നമസ്കാരം അനിലേട്ടാ. നമസ്തേ നമസ്തേ. അനിലേട്ടാ, ആർ എസ് എസിൻ്റെ സർസംഘചാലക് ഏതാണ്ട് ഓ, ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ എണ്ണം കുറയുന്നു, ഏഹ് സന്തതി ഉൽപ്പാദനം അതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. പുതിയ അടുത്ത തലമുറ ഒരു വർഷം ജനിക്കുന്ന കുട്ടികളുടെ ആകെ എണ്ണത്തിൽ കുറവ് വരുന്നു. അത് 2001 2.1 എന്ന കണക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അത് നിലനിർത്തണം എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും അതിലും കുറഞ്ഞിരിക്കുകയാണ്. അതിൽ താഴോട്ട് പോകുന്നത് അപകടമാണ് എന്ന് അന്ന് സർക്കാർ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അർത്ഥത്തിൽ ചില പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടന്നാണ് അതിനുശേഷമാണ് സർക്കാർ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഇപ്പോൾ ഈ 2.1 താഴേക്ക് പോയിരിക്കുന്നു, ഇത് അപകടമാണ് എന്ന് സർസംഘചാലക് പറഞ്ഞിരിക്കുന്നു. മോഹൻ ജി ഭാഗവത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എന്താണ് വിശ്വ പരിഷത്തിന് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം? അങ്ങനെ ജനസംഖ്യ കുറയുകയാണോ? ആ കുറയുന്നത് എങ്ങനെ ഹിന്ദു സമൂഹത്തെ എങ്ങനെ ബാധിക്കും? വിശ്വ പരിഷത്ത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതെ. ആരാധനായിട്ടുള്ള സർസംഘചാലക് ഈ കഴിഞ്ഞ ദിവസം പറയുന്നതിനേക്കാൾ 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ വിജയദശമി ദിനത്തില് ഒരു സന്ദേശം നൽകുക പതിവാണ്. 2 വർഷം മുമ്പും അദ്ദേഹം സമാന സ്വഭാവത്തിലുള്ള ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിന്റെ ചില പ്രദേശങ്ങളിൽ ആനുപാതികമല്ലാത്ത രീതിയിലുള്ള ജനസംഖ്യ വർധന ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഉവ്വ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജനസംഖ്യയിലെ TFR, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ആ ഒരു ആ കോൺസെപ്റ്റിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഞാനത് വ്യക്തമാക്കാം. നമ്മൾ കേരള സംസ്ഥാനം ഒന്ന് എടുത്തു നോക്കുക, ഭാരതം ഒഴിവാക്കുക, പൂർണ്ണമായിട്ടും അല്ല, കേരളത്തിലെ സാഹചര്യത്തിലെ ഹിന്ദു ജനസംഖ്യയെ പറ്റിയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന തലത്തിലുള്ള ഒരു കാര്യകർത്താവ് എന്ന രീതിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ കേരളത്തിലെ പ്രത്യേകത, കേരളത്തിലെ കഴിഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയാം. 2 വർഷങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു ചോദ്യത്തിന് ഉത്തരം നൽകി. ചോദ്യം ഇതായിരുന്നു: 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം, എയ്ഡഡ്, അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിൽ മൊത്തം ആ എത്ര കുട്ടികൾ അഡ്മിഷൻ എടുത്തു, ജില്ല തിരിച്ചുള്ള കണക്ക് എന്താണ് അദ്ദേഹത്തിനോട് ചോദിച്ചു. ആ നമുക്കറിയാം, നിയമസഭയിലൊക്കെ ഒരു ഉത്തരം പറയുമ്പോൾ അത് ആധികാരികമായി പഠനം നടത്തി എല്ലാ ഡേറ്റാസും സ്വീകരിച്ചതിന് ശേഷമാണ് മന്ത്രി മറുപടി പറയുകയുള്ളൂ. അതെ, തീർച്ചയായും. കേരളത്തിൽ ആ വർഷം 2 വർഷം മുമ്പ് ആ 3,04,070 കുട്ടികളാണ് 1ാം ക്ലാസ്സിലെ എയ്ഡഡ്, അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളിലെ അഡ്മിഷൻ നേടി. ഓ 3,04,070. ആ ആ കണക്കിനകത്ത് പതിയിരിക്കുന്ന ഒരു അപകടമുണ്ട്. ആ ആ ആ മൊത്തം കുട്ടികളുടെ എണ്ണത്തിന്റെ ആ ഏകദേശം 25% എന്ന് പറഞ്ഞാൽ ഏകദേശം 68,517 കുട്ടികളും ഒരൊറ്റ ആ ജില്ലയിലാണ് ജനിച്ചിട്ടുള്ളത്. ഏതാണെന്ന് പ്രത്യേകം ഞാൻ പറയാതെ തന്നെ താങ്കൾക്ക് ഉത്തരം പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ പരിപാടി കാണുന്നവർക്ക് കാണാൻ സാധിക്കും. അത് അതെ. മലപ്പുറം ജില്ലയാണ്. നോക്കണം, കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 25% ഒറ്റ ജില്ലയിൽ. ഇത് അതെ. ഉണ്ടാക്കുന്ന ഒരു ഇംബാലൻസ്. ഒരു 5 വയസ്സുകാരനാണ് 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്നത്. 12-13 വർഷം കഴിയുമ്പോൾ ഈ കുട്ടി ആ വോട്ടവകാശമുള്ള ഒരു പൗരനായി മാറുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയുടെ 25% ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയായി മാറുകയാണ്. ഞാൻ മലപ്പുറത്തിനെ മൊത്തമായി പറയുകയല്ല, ഇവിടെ ഹിന്ദുക്കളും ആ ക്രിസ്ത്യാനികളും ഒക്കെ ജനിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ല. ഇതേ അവസ്ഥ തന്നെയാണ് അല്ലെങ്കിൽ മലപ്പുറം ഉൾപ്പെടുന്ന മലബാർ മേഖലയിലെ കുട്ടികളുടെ എണ്ണത്തിലുള്ള വർധനവ്. അതാണ് തിരിച്ച് ആ തിരുവിതാംകൂർ മേഖലയിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ അപകടകരമായ രീതിയിൽ പിറകിലാണ് പോകുന്നത്. ആ പത്തനംതിട്ട ജില്ല ഉദാഹരണം, ആ 6,554 കുട്ടികൾ മാത്രമാണ് ഈ നിയമസഭയിലെ രേഖപ്രകാരം പത്തനംതിട്ട ജില്ലയിൽ ജനിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ ആ തിരുവനന്തപുരം തൊട്ട് ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ജനിച്ച കുട്ടികളുടെ എണ്ണം മലപ്പുറം ജില്ലയിൽ മാത്രം ജനിച്ച കുട്ടികളുടെ എണ്ണത്തിന് തുല്യമാണെന്നുള്ള അപകടകരമായ ഒരു കണക്കാണത്. ഓ നിസ്സാരമായിട്ട് അതിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ആ ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞ മറ്റൊരു കണക്ക് കൂടെ നമ്മൾ ഇതിനകത്തുണ്ട്. ആ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, TFR, അദ്ദേഹം അതാണ് പറഞ്ഞത്. ആ ഏതെങ്കിലും ഒരു സമൂഹത്തിലെ ജനസംഖ്യ 2.1 താഴുകയാണെങ്കിൽ ആ ആ ജനവിഭാഗം സ്വാഭാവികമായ രീതിയിൽ ഇല്ലാതാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് TFR റേറ്റ്? 100 ആ ദമ്പതികൾ ആ 100 ദമ്പതികൾ 100 ആ ക്രൈസ്തവ ദമ്പതികൾ, 100 ഇസ്ലാമിക ദമ്പതികൾ, 100 ഹിന്ദു ദമ്പതികൾ, ആ ഇവർക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ കണക്കാണത് ആ TFR റേറ്റ്. 100 ഉം, ഹിന്ദു ദമ്പതികളുടെ മക്കളുടെ എണ്ണം ഏകദേശം 194ആണ്. എന്ന് ഉം, വെച്ചാൽ കേരളത്തിലെ ഹിന്ദുവിന്റെ TFR റേറ്റ് ആ 101.94. ആ അത് വളരെ അപകടം സൃഷ്ടിക്കുകയാണ്.
നമ്മളെ ഹിന്ദുക്കളെക്കാൾ വളരെ മോശമായ അവസ്ഥയിലാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. അവരുടെ ഓ TFR റേറ്റ് എന്ന് വെച്ചാൽ 1.88 ആണ്. എന്ന് വെച്ചാൽ 100 ഓ ക്രൈസ്തവ ദമ്പതികളുടെ മക്കളുടെ എണ്ണം 188. ആ ആ പക്ഷേ അതിനേക്കാൾ വളരെ വളരെ വലിയ രീതിയിലുള്ള TFR റേറ്റ് ആണ് കേരളത്തിലെ ഇസ്ലാമിക വിഭാഗത്തിലുള്ളത്. അത് എത്രയാണ്? 2.34 എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആ 100 ഇസ്ലാമിക ദമ്പതികളുടെ മക്കളുടെ എണ്ണം 234. ആ അതാണ് അദ്ദേഹം സൂചിപ്പിച്ച കണക്കിൽ കേരളത്തിലെ ഹിന്ദു വിഭാഗവും ക്രൈസ്തവ വിഭാഗവും ഒക്കെ സ്വാഭാവികമായി കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നാച്ചുറലായി ഇല്ലാതാകുമെന്നുള്ള പേടിപ്പെടുത്തുന്ന ഒരു കണക്കാണത്. ഇത് മോഹൻ ഭാഗവതിന്റെ കണക്കല്ല, ആ കനേഷുമാരി കണക്കിൽ അല്ലെ ജനസംഖ്യയെ പറ്റിയുള്ള പഠന പ്രക്രിയയുടെ ഭാഗമാണിത്. ലോകത്തിലെ ആ പല രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഒരു സവിശേഷ സാഹചര്യം കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകം. ആ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്കറിയാം, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമസഭാ മണ്ഡലങ്ങളുടെയും പാർലമെന്റ് മണ്ഡലങ്ങളുടെയും അതിർത്തികൾ നിർണ്ണയിക്കുന്നത്, ഉവ്വ്. ആണല്ലോ. അതെ 2029 ഇനി അപ്രകാരമുള്ള ഡീലിമിറ്റേഷൻ, ഈ അതെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ നിർണ്ണയിക്കുന്നത്. ഇത് ആ ഏകദേശം എനിക്ക് തോന്നുന്നു 15 വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനം അത് നടന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് കേരളത്തിലെ ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിയോട് ചോദിച്ചാലും പറയാൻ സാധിക്കും, പന്തളം എന്ന് പറയുന്നൊരു നിയമസഭാ മണ്ഡലം ഉണ്ടായിരുന്നു, ഉവ്വ്. കല്ലൂപ്പാറ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം ഉണ്ടായിരുന്നു. ഈ ആ രണ്ട് മണ്ഡലങ്ങളും കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഇല്ല. ആ എവിടെ പോയി? തവനൂർ എന്ന് പറയുന്ന മണ്ഡലം പണ്ടില്ലായിരുന്നു, ആ അതിപ്പോ വന്നു. ഇതാണ് പ്രശ്നം. ഒരു അടുത്ത 2029 ഡീലിമിറ്റേഷൻ വരുന്ന സമയത്ത് ആ ഈ മലബാർ മേഖലയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുത്തനെ കൂടുകയും ആ ഉം. എണ്ണം സ്വാഭാവികമായും ഹൈന്ദവ ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറയുന്ന ഈ തിരുവിതാംകൂർ മേഖലയിൽ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സവിശേഷ സാഹചര്യം. എന്ന് വെച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം മാറ്റി എഴുതുന്ന വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതാണ് ഈ മോഹൻ ഭാഗവത് പറഞ്ഞതിന്റെ പിന്നിലെ കാര്യം. ആ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ നമ്മൾ 1901 ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ, ആ അന്ന് കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 60.9 ആയിരുന്നു. ഏകദേശം 70% ഹിന്ദുക്കളായിരുന്നു. ആ ഏറ്റവും അവസാനം കാനേഷുമാരി സെൻസസ് നടന്നത് 2011 2021 നടന്നില്ല. കാരണം നമ്മുടെ അറിയാം, കോവിഡ് മഹാമാരി കാരണം അതെ ഔദ്യോഗികമായ സർക്കാരിന്റെ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നില്ല. അതെ 2011 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 70% ആയിരുന്ന ഹിന്ദു ജനസംഖ്യ കുറഞ്ഞ് 54.73 കുറഞ്ഞു. നോക്ക്, ഉം, ഉം. 16% ഹിന്ദു ജനസംഖ്യ കുത്തനെ താഴോട്ട് പോയി. ഈ ഹിന്ദു ജനസംഖ്യ താഴോട്ട് പോയപ്പോൾ സ്വാഭാവികമായിട്ടും മറുപുറത്ത് കൂടണമല്ലോ. ഇവിടെ ഉവ്വ്. കൂടി ക്രൈസ്തവ ജനസംഖ്യ ആ കാലത്ത് 17.9 ഉള്ളായിരുന്നു 1901. അന്ന് കേരളമല്ല, കേരളം ഉൾപ്പെടുന്ന അതേ ബ്രിട്ടീഷുകാരുടെ കണക്കാണ്. ആ അതെ 17.9 ആയിരുന്നത് 26.56 കൂടി. നിസ്സാരമല്ല. ആ പക്ഷെ ക്രൈസ്തവരുടെ വിഭാഗത്തിലും അതേപോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അവരുടെയും കുറവ് വന്നു. ഇങ്ങനെ പോകുമ്പോൾ അങ്ങിപ്പോ പറഞ്ഞ കേരളത്തിൽ കണക്ക് ഈ 26 സംതിങ്ങിൻ്റെത് മുസ്ലിം ജനസംഖ്യയാണ് കൂടിയത് അല്ലേ? കൂടിയത് 17.9 ഉള്ളായിരുന്നു 1901. ഇപ്പോഴത്തെ കേരളത്തിന്റെ ആ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് എന്ന് വെച്ചാൽ തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ കൂടെ ആ ചേർന്ന്, അല്ലെ മലബാർ മേഖല, അല്ലെ മദ്രാസ് ആ പ്രവിശ്യയുടെ ഭാഗമായിരുന്ന സ്ഥലം കൂടെ ചേർന്ന കേരളത്തിന്റെ ഭാഗത്തെ കണക്കെടുപ്പാണ് പറഞ്ഞത്. മനസ്സിലായി മനസ്സിലായി 17.9 26.56 കൂടി. ഹിന്ദു കൂടി. ജനസംഖ്യ 60.9 നിന്ന് 54.73 കുറഞ്ഞു. ഉം. നിസ്സാരമല്ല. ഈ ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുകയാണോ ഉണ്ടായത് കൂടുകയാണോ ഉണ്ടായത്? ക്രിസ്ത്യൻ അതിനെക്കുറിച്ച് എന്താണ്? ജനസംഖ്യയുടെ എണ്ണത്തിലെ നമ്പർ കൂടിക്കാണും. നമ്പർ ആ കൂടും, സ്വാഭാവികമായി നമ്പർ കൂടും. പക്ഷെ ആ നേരത്തെ പറഞ്ഞ TFR റേറ്റ്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിൽ കുത്തനെ കുറവ് വന്നു. ആ ആ ആ കുറവാണ് അപകടം. അതാണ് ആ പറഞ്ഞത് 2.1 നിന്ന് താഴെ പോയാൽ അപകടകരമായ സാഹചര്യമാണ് എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞതല്ല. ഇത് ഉം. ജനസംഖ്യയെ പറ്റി പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ബാലൻസിങ് ഇല്ലാതെ പോകുന്നു ബാലൻസ് എന്നാണ്. ഉണ്ടാകുന്നില്ല. ആ. അതുപോലെ തന്നെയാണ് അദ്ദേഹം 2 വർഷം മുമ്പ് പറഞ്ഞ കാര്യവും നമ്മൾ ആ നോക്കണം. ആ കേരളം ഉൾപ്പെടുന്ന ചില പ്രദേശങ്ങളിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ അസ്വാഭാവികമായ രീതിയിൽ ആനുപാതികമല്ലാത്ത ജനസംഖ്യാവർദ്ധനം ഉണ്ടാകുന്നു. ഉവ്വ്. ചില ആസാം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, ഇന്ത്യയിലെ ആസാം മേഖല
കേരളത്തിലെ തിരുവിതാംകൂർ മേഖല ഒഴിച്ചു മലബാർ മേഖല, കൊങ്കൺ മേഖല, ഈ മംഗലാപുരം ഉൾപ്പെടുന്ന കൊങ്കൺ മേഖല, കൊങ്കൺ ഈ മേഖല. പ്രദേശങ്ങളിലെല്ലാം നോക്കുകയാണെങ്കിൽ ആനുപാതികമല്ലാത്ത ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത് ജനസംഖ്യയിൽ. ഉം. അതാണ്, അത് ഉദ്ദേശിച്ചാണ് ചില ശക്തികൾ കട്ടിംഗ് ദ സൗത്ത് ഒക്കെ കൊണ്ടുവന്ന ഈ ഭാരതത്തിനുള്ളിൽ മറ്റൊരു അൽ ഭാരതം അല്ലെ അൽ കേരളം ആ ലക്ഷ്യം. എന്തായാലും കണക്കുകൾ വളരെ ഞെട്ടിക്കുന്നതാണ്. അതെ. ഈ പറയുന്നത് പോലെ ഒരു ബാലൻസിങ് സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങളും തമ്മിൽ ഒരു സന്തുലനം ഉണ്ടായില്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. അതെ. എന്തായാലും ഇതിനെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാകട്ടെ, കൂടുതൽ പഠനങ്ങൾ നടക്കട്ടെ, ഇതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകട്ടെ, സർക്കാരും അതിന് മുൻകൈ എടുക്കട്ടെ. എല്ലാ വിഭാഗങ്ങളും അവരവരുടേതായ രീതിയിൽ വളരുകയും നിലനിൽക്കുകയും ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷെ ഒരു വിഭാഗം മാത്രം വളരുകയും മറ്റു വിഭാഗങ്ങൾ തളരുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അപകടം തന്നെയാണ്. നമുക്ക് എന്തായാലും ഇത്തരം വിഷയങ്ങൾ ഇനിയും നമുക്ക് ചർച്ചയ്ക്കെടുക്കാം. അങ്ങേപോലുള്ളവർ വിശദമായ കണക്കുകളും ഇതിൻ്റെ ശാസ്ത്രീയമായ വിശകലനങ്ങളുമായിട്ട് വന്നാൽ തീർച്ചയായിട്ടും അത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സഹായിക്കും എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. നന്ദി. അതെ.